എന്ത് വേണം? സ്പെഷ്യൽ കേക്ക് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഇതൊക്കെ കട്ട് ചെയ്യുമ്പോ ഒരു കരച്ചിലുണ്ട് ആള്. ശരിക്കും പ്രിയ സംസാരിക്കുന്ന പോലെ തന്നെ പ്രിയയുടെ സൗണ്ട്. ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഒരു വളരെ വളരെ സ്പെഷ്യൽ ഡേ ആണ്. അങ്ങനെ ഇതൊരു ആക്ച്വലി ഒരു സാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ എന്നാലും ഒരു ഹാപ്പിനെസ്സും ഉണ്ട് അതിൽ. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ പറയാം. പക്ഷെ ജെഫ്രിന് ഒരു ഫെയർവെൽ ഗിവ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ ഏറ്റവും നമ്മുടെ അടുത്തുള്ള ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് ഇപ്പോൾ പോകാൻ ടൈമുള്ളൂ. സോ ഏറ്റവും അടുത്തുള്ള നമ്മുടെ പണ്ട് പോയ ഒരു ഫേവറേറ്റ് ഹോം സ്റ്റേ, വളരെ അഫോർഡബിൾ പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോം സ്റ്റേ പോവാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്നറിയില്ല. പിന്നെ അവിടുത്തെ വിശേഷങ്ങളും ബാക്കി ജെഫ്രിന്റെ കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ ഒരു ഫാമിലി വ്ളോഗായിരിക്കും. എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. കുറേ കാലം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടുവാണ്. അതുപോലെ തന്നെ ഒരു 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 സ്പെഷ്യൽ വ്ളോഗായിരിക്കും ഇത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും കാര്യം? കെട്ടിപ്പോവാണോ ജെഫ്രി? കരച്ചില് പാടില്ല ഈ വ്ളോഗില്, കേട്ടല്ലോ. എന്താ കാര്യം എന്നൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു കേക്ക് ഒക്കെ വാങ്ങി തരാം. കേക്ക് വാങ്ങിയിട്ട് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. ഫുൾ ഗ്യാങ് ഉണ്ട്. കരയാൻ പോവോ ജെഫ്രിൻ? ഞങ്ങൾ അറിയോ കേക്ക് കൊണ്ടുപോകണ്ട? ആ ജെഫ്രി കരയുന്നവരെ കൊണ്ടുപോകണ്ട അല്ലേ? ഇരുന്നാ ബാ പോവാം. എന്ത് വേണം? സ്പെഷ്യൽ കേക്ക് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഇതൊക്കെ കട്ട് ചെയ്യുമ്പോ ഒരു കരച്ചിലുണ്ട് ആള്. വേഗം ആവട്ടെ, അവിടെ അന്തൊക്കെ എത്തിക്കാണും സ്ഥലത്ത്. അപ്പൊ കേക്ക് വാങ്ങി നമ്മുടെ യാത്ര പ്രൊസീഡ് ചെയ്യാണ്. മാരിയട്ട് അടിപൊളിയാണ് കേട്ടോ. സിറ്റി സ്റ്റേ വേണമെങ്കിൽ മാരിയട്ടാണ് ഏറ്റവും റെക്കമെൻഡഡ് ഹോട്ടൽ. ഏടാ കള്ളച്ചക്ക, മാറിക്കേ ഇരുന്ന് കാറ് പിടിക്കുന്നവൻ. പോയിക്കേ. ആ കേക്ക് താഴെ വെച്ചിട്ടില്ലല്ലോ അല്ലേ? നമ്മള് 3 വർഷം മുമ്പ് വന്നതാ, പക്ഷെ പേര് മാറി. അന്ന് സ്മൈൽ ഇൻ നേച്ചറിനായിരുന്നു. ഇപ്പൊ എന്റെ പേര് വില്ലേജ് ഇൻ ബ്ലോസം എന്നുള്ള പേരാണ്. ഭയങ്കര കാം ഏരിയ ആണ്. ഈ സ്ഥലത്തിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് അറിയോ? നമ്മുടെ എറണാകുളത്തുനിന്നും തൃശ്ശൂരിനൊക്കെ വളരെ അടുത്തല്ലേ. ഒരു ദിവസത്തെ പക്ക ഒരു വീക്കെൻഡ് ആണ്. ജെഫ്രിന് ഭയങ്കര ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ സ്ഥലം സെലക്ട് ചെയ്തത്. ഇന്ന് ഫുൾ ജെഫ്രിൻസ് ഡേ ആണ്. അത് തന്നെ, ഇന്ന് ജെഫ്രിൻസ് ഡേ ആയിട്ട് നമ്മള് പ്രഖ്യാപിച്ചിരിക്കുക. 2020 കോവിഡ് ടൈമിൽ കറക്റ്റ് ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അവര്. ഓർമ്മയുണ്ട് പറയ സ്ഥലം? അന്തും നീയും വേദും നിക്കുന്നു. ചൂടായി നിക്കുവായിരിക്കും അവര്. ജെഫ്രിനാണ് ലേറ്റ് ആക്കിയ. ഞാൻ തന്നെ. ഇനി ജെഫ്രിന്റെ ദിവസമാണ് കേട്ടല്ലോ ഇന്ന്. എല്ലാരും ജെഫ്രിൻ എന്ത് പറയുന്നത് അത് കേൾക്കുക. ഇന്ന് കരയും. നോക്കിക്ക, ആ മുഖം ഇപ്പളേ തുടങ്ങിയിട്ടുണ്ട്. ഓ വാവ്. തുടങ്ങി. ശരിക്കും പ്രിയ സംസാരിക്കുന്ന പോലെ തന്നെ പ്രിയയുടെ സൗണ്ട്. ഞങ്ങൾക്ക് എന്താ പ്രിയ ഇങ്ങനെ സംസാരിക്കുന്നത്? അന്നത്തെ പോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടാ. ബാക്കിലാണ് ഇവരുടെ മെയിൻ സംഭവം. ഇപ്പൊ കണ്ടാത്തൊന്നും അങ്ങനെ ഭയങ്കര സംഭവമൊന്നും ഇല്ലല്ലോ. ഓക്കെ, പക്ഷെ ഒരു വീടിന്റെ ഒരു സെറ്റപ്പ്, ഒരു ഇതാണ് ജീവിതത്തിൽ വേണ്ട അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കെട്ടരുത്, ഇതുപോലെ മാറ്റി നിർത്തുക. കണ്ട പീസ് ആൻഡ് കാം വേണമെന്ന് ജെഫ്രിന്. ഇതൊക്കെ അടിപൊളിയായി അന്നത്തെ പോലെ തന്നെ അവര് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ അവര്. അന്ന് ഓർമ്മയുണ്ടോ? 3 വർഷമായി ഞങ്ങൾ വന്നിട്ട്. ഇപ്പോഴും സ്മൈൽ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞ പേരുണ്ട്. പണ്ട് ഇവിടെ പാഷൻ ഫ്രൂട്ട് ആയിരുന്നു കേട്ടാ. ഇതിന്റെ മുകളിൽ പണ്ട് പാഷൻ ഫ്രൂട്ടിന്റെ കുറെ ഇതുണ്ടായിരുന്നു. ഇപ്പൊ അത് ചെടികളാക്കി ഫുൾ ഗ്രീനറി ആണ്. ഓക്കെ, താങ്ക് യു.
പണ്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല മിനിച്ചേട്ടാ പാഷൻ ഫ്രൂട്ട്, ഇപ്പൊ ഇല്ലേ? പാഷൻ ഫ്രൂട്ടിലായിരുന്നു, ഇപ്പൊ നമ്മൾ അത് മാറ്റി ചെടികളാക്കി. പക്ഷെ ഇപ്പൊ ഭയങ്കര ഇതായല്ലോ, പച്ചപ്പായല്ലോ. പണ്ടത്തെ കാട്ടി ഒരുപാട് വളർന്നു, അടിപൊളിയായിട്ടുണ്ട്. ഇനി കാണിക്കണം ഓരോന്ന്, ഭംഗിയാവും. ഫ്രീ മെയിൻ ഇവിടുത്തെ അട്രാക്ഷൻ നമ്മൾ രണ്ടുപേരും ചെയ്യാൻ പോകുന്ന ഒരു സംഭവം, അന്തോനെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ഫ്ലോട്ടിംഗ് അല്ല. ഇത് ശരിക്കും ഉണ്ടല്ലോ ഒരു നാടൻ കുളത്തിന്റെ രീതിയാണ്, പക്ഷെ ഫ്രഷ് വാട്ടർ വെച്ച് അവർ ചെയ്തിരിക്കുന്നത്. ആ കാണുന്ന ഫിൽറ്റർ ഉണ്ടല്ലോ, വെള്ളം നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിന്റെ ഫിൽറ്റർ ആണ് അവർ ഈ വെള്ളത്തിൽ ഉപയോഗിക്കുന്നത്. അടിയിൽ കോൺക്രീറ്റ്. ഇറങ്ങണ്ടേ, ചാടണ്ടേ? അതാ ചാടിക്ക, ഫുഡ് വേണ്ട. ഇത് നാടൻ മീനാ? ഇത് നമ്മള് രാത്രി റെഡിയാക്കാനാണോ? ഓക്കെ ഡൺ. അത് നമ്മുടെ ഇതിന്ന് കിട്ടുള്ളൂ, നമ്മുടെ ഈ തോടുകളിൽ നിന്നൊക്കെ കിട്ടില്ലേ. ഓക്കെ. ടേസ്റ്റിയാ? ഭയങ്കര ടേസ്റ്റ്, നല്ല ടേസ്റ്റാ. ഓക്കെ. ഇവിടെ വന്നിരുന്നിട്ട് ഇവിടെ പഴക്കൊലയൊക്കെ തൂക്കുമായിരുന്നു പണ്ട്, ഓർമ്മയുണ്ടാ? പ്രിയ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പഴം കഴിക്കുമായിരുന്നു, ചെറുപഴം. അതെ, അതും വരുന്നുണ്ട്. വൈകിട്ട് റെഡിയാക്കാം പഴക്കൊല. അയ്യോ, ഇത്തവണ പഴക്കൊല തൂക്കിയ തീർക്കാൻ ആളുണ്ട്. റെഡി. ദേ 2 കള്ളുടിക്കാൻ റെഡി ആയിരിക്കുന്നവര്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ റൂമാണ്. ഇത് 2 റൂംസ് ആണ്. അന്ന് നമ്മൾ ഇവിടെ താമസിച്ചത്. ഇതൊരു നാടൻ കേരള സ്റ്റൈൽ ഓടിട്ട റൂമാണ്. അതല്ലാതെ വേറെ റൂംസ് ഇതേ മുകളിലൊക്കെ ഉണ്ട്. നമ്മൾ പയ്യെ കാണിച്ചു തരാം. ഇപ്പൊ നല്ല വിശപ്പുണ്ട് ജെഫ്രിന്, വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അല്ലേ? പിള്ളേർക്കും 3 കുട്ടികൾക്ക് ഭയങ്കര വിശപ്പാ. വളരെ നോർമൽ നാടൻ സംഭവമാണ്. അധികം ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടല്ല. ഇത് ഞങ്ങൾക്ക് ആക്ച്വലി ചേട്ടൻ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തു നല്ല നാടൻ തേങ്ങാക്കൊട്ടുള്ള ബീഫ് ഫ്രൈയും നല്ല വിനേഗർ ഇട്ട സാലഡും. എന്ത് വേണം വേറെ? അതെന്താ? ചോറ്. എന്തേ വെപ്രാളം പിടിച്ച ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? സ്ഥലം കണ്ടുപിടിക്കണേ, ഏത് ഫുഡാണ് എടുക്കാൻ പറ്റിയ സൗകര്യത്തിനനുസരിച്ചിട്ട് ആ ചെയർ പിടിക്കുന്നത്. വെണ്ടയ്ക്ക് ഇവിടെ തൊട്ടപ്പുറത്ത് വേണമെങ്കിൽ കുറച്ച് പോയി പറിച്ചോ. ഇത് കൊടപ്പൻ, അത് ഇവിടുന്നാണ്. പിന്നെ നമ്മുടെ അച്ചാറ്, ചമ്മന്തി, ചോറ്, പപ്പടം ഇട്ട് അങ്ങ് കുഴക്കുക. മറ്റേ മോരേറിയൊക്കെ വരും ഇപ്പൊ. ചെയ്യില്ല വേണ്ട. അല്ല അങ്ങനെ ജെഫ്രിൻ കൈ കഴുകില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടേ കൈ കഴുകുള്ളൂ. അന്നൊന്ന് എടുക്ക്. മേരിയൻ ജെഫ്രിനെ എടുത്തോണ്ടോ ആലോചിച്ച് നോക്ക്. സാലഡ് വന്നു. ഇത് നല്ല മാങ്ങാക്കറി. ഇതൊന്നും ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വിനേഗറി ആണ്. അത് കഴിയില്ലാന്ന് ഉറപ്പല്ലേ? എന്തൊരു അയ്യോ, അങ്ങനെ ഇഷ്ടപ്പെടല്ലേ? ജെഫ്രിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷനാ. തേങ്ങാ പാൽക്കറി, ബീഫ്, ഇതൊക്കെ അങ്കമാലി സ്പെഷ്യൽ ആണ്. ബീഫ് ഞാൻ കഴിച്ചിട്ടുണ്ട് ജെഫ്രി, ഭയങ്കര ലെവലാ, വേറെ ലെവലാണ് ഈ സംഭവം. വരട്ടി റോസ്റ്റ് ചെയ്ത് ആ ബീഫിന്റെ ക്വാളിറ്റി ആണെങ്കിലും അതിന്റെ ടേസ്റ്റ് ആണെങ്കിലും മതിയാ. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്യട്ടെ. എന്താ ജെഫ്രി, വയറിന് പ്രശ്നമാണോ? അല്ലല്ലേ? കഴിച്ചോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് മതിയാ. വയറിന് പ്രശ്നമുള്ള ഇത്ര കണ്ട പച്ചക്കറി ഇത്ര എടുത്തിട്ടുള്ളൂ. ജെഫ്രി ഇത് നോക്ക്, ഞങ്ങളെ പോലെ ഹെൽത്തി ആയിട്ട് കഴിക്കണം എപ്പോഴും. വന്നോണ്ടല്ലോ ഇങ്ങനത്തെ ഫുഡ് തന്നെ പറട്ടാ. ഈ കാണുന്ന ഫുഡ് തന്നെ പറ. ബിനിച്ചേട്ടൻ ചിലപ്പോ ചൈനീസും അതൊക്കെ തരാന്ന് പറയും. ഇത് തന്നെ പിടിക്കും. വീഴരുത്, ആ ട്രാപ്പിൽ വീഴരുത്. കാരണം ഇത് അത്രയും ടേസ്റ്റ് ആണ്. എല്ലാം പച്ചക്കറി ആണെങ്കിലും ബീഫ് ആണെങ്കിലും ചോറാണെങ്കിലും മാങ്ങക്കറിയും മീനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. അതിയാ സൂപ്പറാണോ? അടിച്ചു കേട്ടാ. ആണോ? അത് നല്ല കാര്യമല്ലേ? ഇന്ന് നല്ലൊരു ഫ്രൂട്ട്സിന്റെ ഒരു ഫ്രൂട്ട് സാലഡ് പോലെ വിത്തൗട്ട് ഐസ്ക്രീം ആണ്. പക്ഷെ നമുക്ക് മറ്റേ സാധനം ഉണ്ട്, ജെഫ്രിന്റെ ഫെയർവെൽ കേക്ക് ഉണ്ട്. നമ്മൾ വന്നപ്പോ താമസിച്ച ഓർമ്മയുണ്ടോ? അതിലായിരുന്നു ഡാഡി. ഈ റൂമില് ഡാഡി, ഈ റൂമിൽ ഞങ്ങള് കാണിച്ചു തരാം. പക്ഷെ ഇതിന്റെ അകത്ത് ഇപ്പം വേദന്തിയൊക്കെ എല്ലാം റെഡിയാക്കി കാണും. റൂം ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. വളരെ ക്ലീൻ നോർമൽ റൂം. ഇത് പ്ലാസ്റ്റിക് അവർ വെറുതെ ഇടുന്നതാണ് ഒരു പ്രൊട്ടക്ഷൻ പോലെ. ഫാമിലി മറ്റേ അടുത്തില്ലാവും. സ്മോൾ റൂമാണ്, ഭയങ്കര സ്പെഷ്യൽ ഒന്നുമല്ല. വളരെ സ്മോൾ ഒരു ഹോംലി റൂം. AC ഒക്കെ ഉണ്ട്. നമ്മുടെ ടെറക്കോട്ട ടൈൽസ് ഒക്കെ ഇട്ട്. ഇതേ വന്നു
അന്വേഷിക്കാൻ വന്നാണ് എന്തെങ്കിലും കൊണ്ടുവന്ന്. പിന്നെ ചെറിയൊരു ടോയ്ലറ്റ്. സോ റൂംസിന്റെ സ്പെഷ്യാലിറ്റി ഇസ് ലൈക്ക് ഇറ്റ്സ് ക്ലീൻ. പക്ഷെ ഈ പ്രോപ്പർട്ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൊക്കേഷനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇനി എന്താ പരിപാടി മാഡത്തിന്റെ? കിടക്കില്ല ഉറപ്പാണല്ലോ. റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ലവ്. നമ്മളെ പോലെ അല്ലേ പറയാ? ലവോ? ലവ് ഇല്ലാത്ത ആൾക്ക് എന്തിനാ ലവ് കൊടുക്കണ്ടേ? നമുക്കല്ലേ ഹീറോ. പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ നടത്താം. ഇവിടുന്ന് നോക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഏരിയയുടെ പച്ചപ്പ് അറിയുന്നത്. എന്ത് ഗ്രീനറിയാ നോക്ക്. കംപ്ലീറ്റ് ഒരു കാടി താമസിക്കുന്ന ഒരു ഫീലാണ്. ഫുൾ ഗ്രീനറിയാണ്. ഇനി ഇവിടുത്തെ മെയിൻ ഏരിയ ഫൺ ഏരിയ കാണിച്ചു തരാവേ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഇപ്പോഴാണ് നമുക്ക് അതിന് സമയം കിട്ടിയത്. കാരണം ജെഫറിന്റെ ഇപ്പൊ ഉറങ്ങക്കാൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അന്തു റൂമിന്റെ വെളിയിലായിരുന്നു. കണ്ടു മുഖം കണ്ടൊക്കെ അറിയാം. അന്തുവിന് ഇവിടെ ബേബി സിറ്റിംഗ് ആയിരുന്നു. മേരിയാൻ അന്തുവിനെ വെളിയിലാക്കി പൂട്ടിയെന്ന് തോന്നുന്നു. ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഫുൾ ജോലിയായിരുന്നു. ഇത് കണ്ട് ഇവിടെ ഇങ്ങനെ കെനാലുണ്ട്, ഇവിടെ ഫിഷിംഗ് ഉണ്ട്, ചെറിയ ഒരു ബോട്ട് റൈഡ്, വളരെ ചെറിയൊരു ബോട്ട് റൈഡ്. ജെഫിനൊന്ന് മുങ്ങി അപ്പുറം പൊങ്ങും, അത്രേ ഉള്ളൂ ലെങ്ത്. കുളത്തിൽ ഇറങ്ങണ്ടേ? ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇവിടെ ഈവനിങ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഫംഗ്ഷൻസ് നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത് ബിനിച്ചേട്ടൻ. ലൈക്ക് ചെറിയ റിസപ്ഷൻ വെഡിങ് ഒക്കെ അടിപൊളി സെറ്റിംഗ് അല്ലേ. ഇവിടെ ഇങ്ങനെ ഹാളും അതുപോലെ തന്നെ ഇത്രയും ഗ്രീനറിയും. ഫുട്ബോൾ കളിക്കണ്ടേ? പിള്ളേർ വാസസ് അന്തു ആൻഡ് ജെഫ്രൻ. പോകുന്നുണ്ട്. ഇവിടുത്തെ ബിനിച്ചേട്ടന്റെ സിസ്റ്ററിന്റെ പിള്ളേരാന്നാ പറഞ്ഞത്. അവര് ബോട്ടിംഗ് ഒക്കെ എക്സ്പേർട്ട്. അപ്പൊ ഇവരെ രണ്ടുപേരും ഇവരെ കയറ്റി. അതാ പറയാ ഫുൾ ഫൺ സ്ഥലമാണ് കേട്ടാ. അടിപൊളി. ഫുൾ ഗാങ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരാള് ഭയങ്കര ഫ്ലോട്ടിങ്. അത് ചെയ്യേ എന്താ? നിങ്ങൾ കേറിക്കോ, ബാ പോവാം. മതി, അവിടെ ഇരുന്ന് കളിച്ചോ. ഇന്ന് ജെഫ്രിന്റെ ദിവസം ആയതുകൊണ്ട് ഞാൻ പോവാ ബിനുചേട്ടന്റെ കൂടെ. കേട്ടോ ജെഫ്രി? ഞാൻ ബിനുചേട്ടന്റെ കൂടെ പോവാ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്ന ടൈം കളഞ്ഞിട്ടാണ് പോകുന്നത് ഒരു സാധനം കൊണ്ടുവരാൻ. അതൊക്കെ നോക്കിക്കോ. ഫെയർവെൽ അല്ലേ? ദേ പോതു. മെരിയാൻ ചാട്. രണ്ട് വൈബ് ഇല്ലാത്ത ഭാര്യമാരുണ്ട്. ഇനി ജെഫ്രിന് അങ്ങനത്തെ ഭാര്യ ആയിരിക്കും കിട്ടുന്നത്. വൈബുള്ള ഭാര്യ ആയിരിക്കുമോ? ഫ്രഷ് ആയിട്ട് ജെഫ്രിന് ഒരു പ്രത്യേക സാധനം നമ്മൾ ഇവിടുന്ന് എടുത്തു കൊടുക്കുവാണ്. വേറെ എന്ത് വേണം പിന്നെ ജെഫ്രിന്? പൂവല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് മറ്റേ റെഡിമെയ്ഡ് ഒന്നല്ല, കംപ്ലീറ്റ് ഫ്രഷ് ചെയ്ത് പറയുന്ന പോലെ. ഞാനും ബിനുചേട്ടനും കൊണ്ടുവന്ന കണ്ട ബിനുചേട്ടാ പറഞ്ഞു കൊടുക്ക് മറ്റേ ഫ്രഷ് ചെയ്ത്. എന്ത് വേണം? പിന്നെ ഇങ്ങനത്തെ കൂട്ടുകാരെ അവിടെ കിട്ടും. എന്നെ അന്തോനെ വല്ല വെള്ളത്തിലിറങ്ങിയിട്ടാ കൊണ്ടുപോയതല്ലേ. എന്നോട് രാത്രി ഇറങ്ങണം. എനിക്ക് ഇറങ്ങാൻ പോലും കിട്ടിയില്ല. രാത്രി ഇറങ്ങാൻ പാടില്ല. എന്താ പാപം കിട്ടും? അത് കുഴപ്പമില്ല. ഇവരെല്ലാരും ഇറങ്ങി വെള്ളത്തിൽ കളിച്ചിട്ട് ഞാൻ മാത്രം ഇറങ്ങിയില്ല. ജെഫറിന് വേണ്ടി അധ്വാനിക്കാൻ പോയി. പിള്ളേരെ നീന്തി സ്വിം ചെയ്യാൻ പഠിച്ചല്ലേ? എല്ലാരും അപ്പൊ പഠിപ്പിക്കാം. അന്തങ്ങൾ വെള്ളത്തിൽ മുക്കി അല്ലേ? ഞാനപ്പോ ഒന്ന് റെഡി ആയിട്ട് വരാം. ഒരാള് ഒറ്റയ്ക്ക് വന്നിരിക്കുക. കറക്റ്റ് ഉറങ്ങി സുഖമായിട്ട് എഴുന്നേറ്റ് ചായ ടൈം ആയപ്പോ വന്നിരിക്കുന്നു കോഫി കുടിക്കാൻ. പിന്നെ ബഹളം വെക്കാനല്ലേ ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്നേ. അത് അന്തും ജെഫ്രിനും ഏൽപ്പിച്ചിട്ട് പോയാ. ഞാൻ വേദന വെള്ളത്തിലേ ഇറക്കണ്ടെന്ന് പറഞ്ഞ ആള് അന്തു മുക്കിക്കളഞ്ഞു വെള്ളത്തില്. വേദു കണ്ണ് കരച്ചില്ലായിരുന്നു അതിന് മുക്കിയെന്ന്. അതാ ഞാൻ കേട്ടു. അത് തീയം കരഞ്ഞു കുറച്ചു നേരം. ഞാനിവിടെ വന്നപ്പോഴേ അന്തു ഒരു നല്ല പഴംപൊരി ആയിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. പഴംപൊരി കഴിഞ്ഞ് പരിപ്പോടെ മാത്രമേ ബാക്കിയുള്ളൂ. അന്തു പെണ്ണുങ്ങളെയൊക്കെ ഭ്രാന്താക്കാൻ നടക്കുമെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ് പഴംപൊരി, ഹോം മെയ്ഡ് പഴംപൊരി, നല്ല മിക്സ്ചർ. മതിയാ കോഫി ആൻഡ് ഈ ഒരു ആംബിയൻസ് നോക്ക്. കൊതി പ്രിയക്ക് ഇത്രയും കൊതിയുള്ള ഒരു സാധനം ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. സദ്യ ഓക്കെ, പക്ഷെ പഴംപൊരിയുടെ അത്രയും കൊതിയുള്ളത് എന്താ ഇത്? മറ്റേതെങ്ങനെയുണ്ട് മിക്സ്ചർ? സെറ്റായി. ജെഫ്രി വരുമ്പോഴേക്കും തീർക്കുമല്ലോ.
എന്ത് തീർക്കണം. തീർക്കണം. അത് കിട്ടില്ലെന്നോ? വരുന്നുണ്ട്, വേഗം എടുത്തോ. വേണ്ടവരെല്ലാരും വേഗം വേഗം എടുത്തോ. മാറ്റി വെക്കട്ടെ. എല്ലാം എടുത്തോ. വലുതൊക്കെ മാറ്റി വെക്കട്ടെ, മാറ്റി വെക്കട്ടെ. വലുതെല്ലാം എടുത്ത് മാറ്റി എല്ലാം കഴിഞ്ഞു ജെഫ്രി. മെഷർ എടുത്തോ. അത് രാത്രിക്ക് രക്ഷിച്ചു. രാത്രി നമ്മളെ ആംബിയൻസ് നോക്ക്. സൂപ്പർ അല്ലേ ജെഫ്രി? സൂപ്പർ അല്ലേ? ഇനി രാത്രി കരയെ കിടക്കുന്നേ ഉള്ളൂ. അതാ കേക്ക് കട്ട് ചെയ്തോണ്ട് അനൗൺസ് ചെയ്യാം എന്താ സംഭവം. ഒരു പുതിയ സെറ്റപ്പാണ് മഡ് ഹൗസ്. അന്ന് നമ്മൾ വന്നപ്പോ എനിക്കൊന്ന് ജനറേറ്റർ റൂം എന്തോ ആയിരുന്നു. ഇപ്പൊ ശരിക്കും ദേ ഒരു മഡ് ഹൗസ് പോലെ മഡ് വെച്ച് തന്നെയാ പണിതിരിക്കുന്നത്. ഫുൾ സൈഡില് ദേ ഉണക്ക കമ്പൊക്കെ വെച്ച് അടിപൊളിയായിട്ടില്ലേ? ഓ ജെഫ്രി അകം നോക്ക്, സൂപ്പർ ആയിട്ടില്ലേ? ഓ മര്യാദക്ക് ഇവിടെ കടന്നാൽ മതിയായിരുന്നു ജെഫ്രി. ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്. എ സി മാത്രം ഇല്ല. ബാത്റൂം നല്ലാണോ? ഏതോ ക്ലീൻ ആണോ? ക്ലീൻ ആണോ? ആ ഏത് പറഞ്ഞ പിന്നെ ഓക്കെ. ഇവിടെ എ സിയും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ആയിരിക്കും. സെറ്റ് ചെയ്യാൻ പോവല്ലേ? അത് മതി. അപ്പൊ മഡ് ഹൗസിൽ താമസിക്കേണ്ടവർക്ക് അതും ഉണ്ട്. അതാ ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്, ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് നേരെ നമുക്ക് ഈവനിങ്ങില് ഇവിടെ വന്ന് ഇരുന്ന് ഇവിടുന്ന് നേരെ നമ്മുടെ പൂളും സംഭവങ്ങളൊക്കെ കാണാം. കണ്ട ടയർഡായി രാത്രി വേഗം കിടന്നാൽ നമുക്ക് സമാധാനമുണ്ട്. രാത്രി ഓട് വേദു, ജെഫ്രി ഓട്. കാറ്റിന്റെ ഗതി അനുസരിച്ച് വരുന്ന കുട്ടീനെ എങ്ങോട്ടാണ് കാറ്റ് അങ്ങോട്ടാണ് ചെയ്യാൻ ഓടുന്നത്. ആ ജെഫ്രി ഒരു 5 റൗണ്ട് ഓട്. ആക്ച്വലി ഇവിടുന്ന് പിടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഒരു ഐഡിയ പ്രകാരം ഇന്ന് രാത്രി ഇവിടെ കിടലം ഫുഡാ. രാവിലെ മീൻ പിടിച്ചു കഴിഞ്ഞാൽ രാവിലെ പുട്ടിന്റെയോ ഇടിയപ്പത്തിന്റെ കൂടെ വേണമെങ്കിൽ മീൻ അടിക്കാം. 2 ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആണോ? ചാടി ഇറങ്ങി ഞാൻ പിടിക്കും. മീനൊക്കെ പിടിച്ചിരുന്നു. ഞാൻ പിന്നെ മീൻ കഴിക്കില്ല, അതാണ് ഞാൻ ഫിഷിങ്ങിനില്ല. ഞങ്ങൾ പിടിച്ചോളാം. അന്തു കഴിക്കില്ല. കഴിക്കും. നുട്ടല്ല ബിസ്ക്കറ്റ് വേണ്ട, നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള. എവിടെ? ഒന്നാമത് സ്നാക്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ മെയിൻ ഫുഡ് ഒന്നും കഴിക്കില്ല. സ്വീറ്റ് കഴിച്ചാല് പിന്നെ പോർക്കും ചിക്കനൊക്കെ കഴിക്കാൻ പറ്റും. നമുക്ക് നമ്മള് കണ്ടിട്ടുള്ള നുട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നോ പറയാത്ത ഒരാളാണ്. കഴിക്കാറില്ല. ജെഫ്രി, ഇത് നമ്മുടെ സാധാരണ അൽഫാമല്ല, ബട്ടർ ഒക്കെ ഇട്ടുള്ള അൽഫാമാണ്. ബട്ടർ കഴിക്കില്ല. അയ്യോ അല്ലല്ല, ആള് കഴിക്കണ്ട. ഞങ്ങൾക്ക് കഴിക്കാനാ. കഴിക്കില്ല. ഇത് കൊള്ളാം കേട്ടോ. ഒരു സ്പെഷ്യൽ ഇവിടെ തന്നെ ലൈവ് ഗ്രില്ലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൽഫാം ഒക്കെ ചെയ്തു തരും. ഓഫ് അതിന്റെ മണം അടിപൊളിയായിട്ടുണ്ട്. അത് വെള്ള പെപ്സിയാ ജെഫ്രി. പുതിയൊരു പെപ്സി നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് മാത്രം ജെഫ്രിക്ക് വേണ്ടി ഒന്ന് 2 ഗ്ലാസ്. നമ്മുടെ കേക്ക് ഡിന്നർ കഴിഞ്ഞിട്ട് മതി. ജെഫ്രി, ചിയേഴ്സ് ടു എ ഗുഡ് ഫ്യൂച്ചർ. ഓക്കെ. അന്തു ഇറങ്ങി പെരുമാറുന്ന്. ഗ്രിൽ എക്സ്പേർട്ട് ആണ്. അത് താഴത്ത് വീണ് കഴിഞ്ഞാൽ പീസ് ആൻഡ് കാമാൻ നോക്ക്. ഇത് വേറെ ലെവല് സംഭവം അടിപൊളിയായി പോയില്ലേ? തണുപ്പുണ്ട്. അതാണ്. അതെന്നാ അറിയോ, ഹ്യൂമിഡിറ്റി ഒട്ടുമില്ല. ഫാൻ ഓഫ് ചെയ്തു. അതെ, രാത്രി ആകുമ്പോ സൂപ്പറാണ്. ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഞാൻ പറയുന്നത് ഈ തൃശ്ശൂരും എറണാകുളത്തൊക്കെ അരമണിക്കൂറിലെത്താം. കറക്റ്റ് ആയിട്ട് എത്താം. രാത്രി ഒന്നും നോക്കാല്ല. അത് നമ്മള് പറയോ സിറ്റിയിലാന്ന്? ഇല്ല. അതാണ് ഉച്ചക്ക് ചൂടുണ്ടെങ്കിൽ ഒന്ന് രാത്രി ഒരു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ. അത് മഴയും കൂടെ ഉണ്ടെങ്കിലോ രാത്രിയും വേണ്ട, വൈകുന്നേരം ഒരു 6 മണി 7 മണി തൊട്ട് പൊളിയാണ്. ചേട്ടാ നമ്മുടെ കിച്ചൺ കാണിച്ചോണ്ട് തരാമെന്ന് പറഞ്ഞു വന്നതാണ്. ഒരു ഭയങ്കര സെറ്റപ്പ് ഉള്ള കിച്ചണാണ്, വലിയ ഹോട്ടലിലുള്ള സെറ്റപ്പാണ്. അപ്പൊ എന്തൊക്കെയാ കുറച്ച് സ്പെഷ്യൽ എന്നുള്ളത് നമുക്കിവിടെ എന്ത് പറഞ്ഞാലും റെഡിയാക്കി കൊടുക്കും അല്ലേ? ഹണി പിഗ്. ഓ, ഹണി പിഗ്. അത് മാത്രല്ല ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ ബിനുചേട്ടൻ റെസ്റ്റോറന്റ് തുടങ്ങാൻ പോകുന്നത് തൊട്ടടുത്ത്. പാരഗൺ ഇല്ലേ, പാരഗണിന്റെ ഓപ്പോസിറ്റ് ഇവിടുത്തെ അങ്കമാലിയില്. സോ നമ്മളെ ഇനോഗ്രേഷൻ വിളിച്ചിട്ടുണ്ട്. ബിനുചേട്ടൻ അടിപൊളിയായി വരണം, അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ ഫസ്റ്റ് ആ റിസോർട്ടില് ഇവിടെ വന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും ഹാപ്പിയാണെന്ന് പറഞ്ഞു. ഇനി ഒരുപാട് പേര് വരട്ടെ, അറിയട്ടെ ഈ എന്താണ് ഹോസ്പിറ്റാലിറ്റി. അമ്പോ
കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ തോടില് കിട്ടുന്ന മീനാ? അതെ, നാട്ടിൽ കിട്ടുള്ളൂ. 1200 രൂപയാണോ? 1200. നെയ്മീനിലല്ലോ വില? അതിനേക്കാളും ടേസ്റ്റ് ഉള്ള മീനാ. റയറാണ്, പ്രകൃതിയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാ. അത്രയും റയറാ അല്ലേ? അപ്പൊ നല്ല ഫിഷ് ഫ്രൈ ആവുന്നുണ്ട്, ഹണി പോർക്ക് ആവുന്നുണ്ട്, അല്ലാതെ ചില്ലി ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ടല്ലോ, മട്ടൻ റിബ്സും അവിടെ റെഡി ആവുന്നുണ്ട്. അത് നമുക്ക് കാണിക്കാം. അല്ലാതെ ഫുൾ സെറ്റപ്പ് ആണ്. ജഫ്രിൻ ആക്രാന്തം മാത്രം കാണിക്കാതിരുന്നാ മതി, എല്ലാം കിട്ടും. അതാ ഞാൻ എന്നോട് തന്നെ പറയണത്. അതെ, കേക്കുന്നില്ല പക്ഷെ അല്ലേ? 2, 3, 4 പീസ് എനിക്ക്. അൽഫാം കഴിഞ്ഞപ്പോഴേക്കും നല്ല കിടില് മട്ടൻ റിബ്സ് 4 പീസ് എനിക്ക്. അതിന്റെ സന്തോഷം നോക്ക്. ഇതിന് മിക്കവാറും അടിയാവും കേട്ടോ. ഇന്ന് മിക്കവാറും ഇതിനൊരു അടിയാവുന്ന എല്ലാ സാധ്യത ഉണ്ട്. കണ്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് മട്ടൻ റിബ്സ്. അത് 4 പേരായിട്ട് ഷെയർ ചെയ്താ. പ്രിയനോട് പറയാം ഭയങ്കര ഹാർഡാണെന്ന് പറഞ്ഞു. അപ്പൊ 3 പേരായിട്ട് ഷെയർ ചെയ്താൽ മതി. ചേട്ടനും ലിറ്റിൽ വെയിറ്റേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുഡ് സെർവ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. ഫുൾ നിങ്ങൾ തന്നെയല്ലേ? എല്ലാം നിങ്ങൾ തന്നെ. കിച്ചണിലും ചേച്ചി ചേട്ടനും അനിയന്റെ പിള്ളേരും അനിയനും എല്ലാരും കൂടെ നടത്തുന്ന ഒരു സെറ്റപ്പ്. അവര് ഓസ്ട്രേലിയയിലാണ് വെക്കേഷൻ വന്നത്. കാണാം, അവിടെ പോകുമ്പോ റെഡിയാവും. ആണല്ലേ? ആണല്ലേ? അപ്പൊ നേരത്തോടെ ഞങ്ങൾക്ക് ഓസ്ട്രേലിയ പോവാലോ. ഡൺ. താങ്ക് യു. അല്ല, വാഴ ഏരിയയില് അൽഫാം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. നല്ല അൽഫാം ബട്ടറിലൊക്കെ വെച്ചുള്ള അൽഫാമും നല്ല മിൻ ചട്നിയും വന്നിട്ടുണ്ട് വാഴ ഇലയില്. ഫോട്ടോ എടുക്കുന്നില്ലേ? എടുത്താ? ജഫ്രിന് ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് ഫുഡ് ഇടാനായിട്ട്. ചിലപ്പോ ഒരു സംഭവം ആദ്യമേ ആരെങ്കിലും ഒരാളൊന്ന് ടേസ്റ്റ് ചെയ്യും. ഹണി ഗ്ലേസ്ഡ് ഒന്നല്ല, പ്യുവർ ഹണി പോക്ക വിത്ത് മയോ. മധുരം കൂടുതലാണോ? വലിയ ടേസ്റ്റ് ഇല്ല, കഴിക്കണ്ട. ഹെവി ആണോ? അപ്പൊ ബിനിച്ചേട്ടന്റെ റെസ്റ്റോറന്റ് വെക്കാൻ ഹെവിയാ സാധ്യതയുണ്ട്. ഒന്ന് കഴിച്ചു നോക്ക് പ്രിയ. ഭയങ്കര സംഭവം പോയാ ജഫ്രി? തീർന്നിട്ടില്ല. അതെ, കഴിച്ചു നോക്ക്. കുറച്ച് മയോയിലും മുക്കി ഹണി പോക്ക്. ഹോം സ്റ്റൈലിലെ ഫുഡാണ്, അത് ആലോചിക്കണേ. സൂപ്പറാ. അൽഫാം എങ്ങനെയുണ്ട് പറഞ്ഞ പോലെ? നല്ല അൽഫാമാ? ഓക്കെ. പ്ലേറ്റ് വരാൻ കുറച്ച് ഡിലേ ഉണ്ട്. അപ്പൊ നേരെ ഫുഡ് അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ സംഭവം എന്നറിയോ? പോക്ക് ബെല്ലിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ഫാറ്റും ഉണ്ട്. ശരിക്കും ആക്ച്വലി തായ്ലൻഡിലൊക്കെ കിട്ടുന്നുണ്ട്, കുറച്ച് ഫ്ലേവർ കിട്ടുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. മയണീസ് ആവശ്യമില്ല. ബിനിച്ചേട്ടാ ഒരു രക്ഷയില്ല പോർക്ക്. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞതല്ല, എനിക്ക് സർവീസിൽ ഒന്നും അറിയില്ല. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയൊക്കെ തന്നാ മതി. ഹോട്ടൽ മാനേജ്മെന്റ് ഒന്നും അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. ഫുഡിന് ഒടുക്കത്തെ ടേസ്റ്റ്, സ്പെഷ്യാലിറ്റി. ആ, നമ്മൾ തമ്മിലൊരു ആത്മബന്ധമുണ്ട് ഞാനും ബിനിച്ചേട്ടനും. ആദ്യമേ ഇവിടുത്തെ വ്ളോഗ് ചെയ്ത്, ആദ്യമേ അല്ല ഞാൻ മാത്രം ചെയ്ത് കാണുള്ളൂ അല്ലേ? അതെ. ഓ, മട്ടൻ ചോപ്സ്. മട്ടൻ ചോപ്സ് നോക്കിക്കത്. പക്ക ഗൾഫ് സാധനം പോലെ. പ്യുവർ മീറ്റിന്റെയാ. വളരെ എസെൻഷ്യൽ സോൾട്ടും പെപ്പറും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മട്ടന്റെ ഫ്ലേവർ ആണ്. ഒരു രക്ഷയില്ല. എന്തായാലേ ഒരു ഹോം സ്റ്റൈല് ഫുഡ് അതുള്ളത് ആലോചിച്ച് നോക്ക്. പൊറോട്ട കണ്ടിട്ട് കൊതിയായിട്ട് പോയി. നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല ഒന്നും? പ്രിയക്ക് പൊറോട്ട വേണ്ട? ചപ്പാത്തിയും പരിപ്പും. പൊറോട്ട വരും, ചില്ലി ചിക്കൻ വരും, ബീഫ് കറി വരും. അപ്പത്തേക്ക് എന്റെ വയറ് നിറയും. അപ്പൊ കഴിക്കണ്ട, കഴിഞ്ഞില്ലേ പ്രശ്നം. ഞങ്ങളില്ലേ? നിങ്ങളില്ലേ? അതെ, പോയിക്കോ. ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി. പൊറോട്ട, ബീഫ് കറി, എന്ത് വേണം? ജഫ്രൻ ചില്ലി ചിക്കൻ റെഡി ആക്കുന്നുണ്ട്. ഇപ്പൊ ചില്ലി ചിക്കനും വരും. നമ്മുടെ പോർക്ക് ഭയങ്കര അടിപൊളി. അതുകൊണ്ട് അത് ഒരു പ്ലേറ്റും കൂടെ വരുന്നുണ്ട്. ഫ്രൂട്ട്സാ? ഫ്രൂട്ട്സ്. അപ്പൊ എന്താണ് ഈ സംഭവം എന്ന് ഒരുപാട് പേർക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും. അങ്ങനെ ജഫ്രിന് പെണ്ണ് കിട്ടിയതല്ല. അതല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ന്യൂസ് ആയിട്ടില്ല. അപ്പൊ അതല്ല സംഭവം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജഫ്രിൻ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്.
ജെഫ്രിന് ഒരു ഫെയർവെൽ പാർട്ടി ആയിരുന്നു അത്. ജെഫ്രിന് ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റീസ് ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. നമുക്ക് പോണ്ടെന്ന് പറയണ ഉണ്ടായിരുന്നു, പക്ഷേ തുടങ്ങിയപ്പോ തൊട്ട് കളിയാക്കൽ തുടങ്ങി ഇതുവരെ നിന്നിട്ടില്ല. പക്ഷേ ഓബിയസ്ലി ജെഫ്രിന്റെ ബെറ്റർ ഫ്യൂച്ചർ വേണ്ടി നമ്മൾ ഫുൾ സപ്പോർട്ടാണ്. സോ ജെഫ്രിൻ ഇനി നമ്മുടെ വ്ളോഗ്സിലൊന്നും കാണില്ല. എല്ലാ മാസം 2 പ്രാവശ്യം ഞാൻ പരിപാടി. ജെഫ്രിൻസ് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ട്രെയിനർ ആയിട്ട് ബാംഗ്ലൂരിലുള്ളവർക്കും അല്ലെങ്കിൽ ഓൺലൈൻ വേണ്ടവർക്കൊക്കെ ഇനി ജെഫ്രിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ജെഫ്രിൻ ഫുൾ ടൈം വളരെ സീരിയസ് ആയിട്ട്, ഈ മുഖം ഇരിക്കുന്ന പോലെ തന്നെ സീരിയസ് ആയിട്ട് ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും ഓൺലൈൻ ട്രെയിനിങ്ങിനും ഓഫ്ലൈൻ ട്രെയിനിങ്ങിനും ഒക്കെ. സോ ഹീസ് ഗോയിങ് ടു ബാംഗ്ലൂർ. സോ അതിനുള്ള ഒരു പാർട്ടിയാണ്. സോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പിരിയാണ്. ഒയ്യോ ഹാപ്പി ബർത്ത്ഡേ. അവർക്കാകെ കൺഫ്യൂഷൻ. ഇംഗ്ലീഷ് പാട്ട് പറഞ്ഞിട്ടുണ്ട്. കത്തി ഓടിച്ചു, സമാധാനമായല്ലോ. കത്തി ഓടിച്ചു, കട്ടിയുള്ളതാണ് കേക്ക്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇനി വർഷത്തിൽ ഒരു തവണ ഇടയ്ക്കിടയ്ക്ക് കാണാം. മാസത്തിൽ എല്ലാ പ്രാവശ്യം കാണാം. അപ്പൊ ഞങ്ങള് ഇനി അതല്ല, ഞങ്ങൾ ഇനി അടിച്ചു പൊളിക്കുന്നത് ജെഫ്രിൻ വ്ളോഗിൽ കൂടെ കാണും അല്ലേ? സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണോ അതുപോലെ ഇനി ജെഫ്രിനും കാണും. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എല്ലാവരും ശരിക്കും കണ്ടോണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്. ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് പൊട്ടി കരഞ്ഞിരുന്നെങ്കിൽ അത് പുറത്തോട്ട് വരട്ടെ ജെഫ്രിൻ. അല്ലാന്ന് ഒന്ന് പൊട്ടി കരയൂ. അതെ സെറ്റ്, അതെ അതും നമുക്ക് സംശയം ഇല്ലാതില്ല. അതെ അപ്പൊ അതെ ബാംഗ്ലൂരിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ജെഫ്രിന് ഒരു കണ്ണുണ്ടാവുക, ഒരു കണ്ണുണ്ടാവും എവിടെ പോയാലും അല്ലേ? അതെ അതെ. ജെഫ്രിൻ ദാ ഇവിടെ വന്നിട്ടുണ്ട്, ഈ പെൺകുട്ടിയുടെ കൂടെയാണ്. അതെ സ്പൈ ചെയ്യുന്നുണ്ടാവും. സാർ അപ്പൊ ഗുഡ് നൈറ്റ്, രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. ഇരുന്ന് വർത്താനം നല്ല രസം, നല്ല വെതറല്ലേ? കൊച്ചു വർത്താനം, എന്തൊരു ഗോസിപ്പാ. ആരാ ഒരാളും കൂടെ ഉണ്ടല്ലോ ഗോസിപ്പ്. അതാണ് കറക്റ്റ്. പെണ്ണുകൾ ഇത്ര ഗോസിപ്പ് ഇല്ലാന്ന് പറയും പ്രിയമേരിയാരും. ഞാൻ ഇങ്ങോട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നപ്പോ അല്ല നിങ്ങക്ക് എന്താ സംസാരിക്കുന്നത്? കൊറേ കാര്യങ്ങളുണ്ടല്ലോ വേറെ സംസാരിക്കുന്നത്. എന്റെ പ്രശ്നം നല്ല വെതറല്ലേ? നല്ല വെതർ. അത് ഉറങ്ങാൻ തോന്നുന്നില്ല. എന്നാലും അടുത്ത ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് റെഡി ആയല്ലോ. സെറ്റ് ആയിട്ട് വെച്ചേക്കാം. ഒന്നുമില്ല, ഇനി മൈൻഡിൽ അത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അറിയണ്ട ഞാൻ എന്നാ ഞാൻ അടുത്ത വ്ളോഗിൽ വരാൻ പോകുന്നെന്ന്. ഞാൻ വരൂലോ, ഇതൊക്കെ കണ്ടോ? അത് തന്നെ കണ്ടോ? വീഡിയോ കോൾ ചെയ്യുമ്പോ ഞാൻ അവിടെ പോയി നന്നായി വരിക, വഴി എത്തി പോവാതിരിക്കുക. ചീത്തയാണോ? ആ അതാ പറഞ്ഞത്. നിങ്ങളുടെ കൂടെ നടന്ന് ഞാൻ ചീത്തയാതാ. ആ പാർട്ടീസിനും അതിനൊന്നും പോവാതെ നല്ല ആത്മാർത്ഥതയോടെ ജോലിയൊക്കെ ചെയ്ത് നല്ല ഒരു കോടീശ്വരനായിട്ട് തിരിച്ചു വരിക. ഞാൻ നല്ല കുട്ടിയല്ലേ? പോയി കിടക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോർണിംഗ്. വാവ് വാട്ട് എ സ്റ്റൈൽ. വാവ് വാവ് രണ്ടുപേരും ഭയങ്കര സ്റ്റൈലാണല്ലോ. രാവിലെ തന്നെ പോയാൽ ഫിഷിനെ പിടിച്ചാലോ. മോർണിംഗ്. കരഞ്ഞ ഒറ്റയ്ക്ക് ഇരുന്ന് രാത്രി. പിന്നെ മീനും കൂടെ പിടിച്ചിട്ട് ഇറങ്ങാം. ഇതോടെ എല്ലാം കൂടെ കഴിഞ്ഞട്ടെ. നീ യാത്രയില്ല, റിസോർട്ടില്ല, ഫുഡ് ബ്ലോഗ്സിൽ ഒന്നിലും ഇല്ല. എല്ലാം ഉണ്ട്. ഇനി ഇടയ്ക്ക് ഞങ്ങള് ബാംഗ്ലൂരിൽ വരുമ്പോ ഞങ്ങളെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോവാ. ഇതൊക്കെ കണ്ടോ? എല്ലാരും കണ്ടോ? കിട്ടിയോ? ഇല്ലേ? ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന്. ഫിഷിനെ കിട്ടാൻ പാടാന്ന് വേദു. ഫിഷൊക്കെ ഭയങ്കര ബുദ്ധിയാ. കിട്ടി കിട്ടി. കണ്ടാ മീനിപ്പോ വരുന്നേ ചേട്ടൻ കാണിക്കും. നീ മീൻ കണ്ടില്ലാന്ന് വേണ്ട. ദേ ദേ കണ്ടാ, ഇന്ന് അവര് ഫ്രൈ ചെയ്ത് കഴിക്കും. ദേ ആ ഇനി പിടിച്ച് ഫ്രൈ ചെയ്തിട്ടേ പോന്നുള്ളൂ. അത് പോവാണോ? എന്താ പറഞ്ഞോ? എന്തിനും ഞാൻ റെഡിയാ. ഓക്കെ. ഇതെന്ത് മോനെ ഇവിടെ ഫ്രൈ ചെയ്യോ ഇത്? ഓക്കെ. എന്താ അമ്മ എന്താ ചെയ്തേ? ഇട്ടില്ല അല്ലേ? പറഞ്ഞിടാൻ കണ്ണു എഴുതിയില്ല. ആ ഈ പ്രിയ ആന്റി ഒന്നും ചെയ്യുന്നില്ല എന്ന് കേട്ടാ പ്രിയ.
ദേവേത് പറയാ പ്രിയ അമ്മ ലിപ്സ്റ്റിക് ഇട്ടില്ല, ദേ പറയാ കണ്ണു എഴുതിയില്ല എന്ന്. ഫുൾ കംപ്ലൈൻസ് ഇവർക്ക്. ഫ്രീ ഓൾ ദ ബെസ്റ്റ്, നന്നായി വാ, ഞങ്ങളുടെ അനുഗ്രഹങ്ങളും സബ്സ്ക്രൈബേഴ്സ് അനുഗ്രഹം ഒക്കെ കാണും. ഓക്കെ, അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും എവിടെങ്കിലും ഒക്കെ വെച്ച് കാണാം, എവിടെയെങ്കിലും ഒക്കെ. 6 മാസം കഴിയുമ്പോഴേക്കും നമ്മളൊക്കെ അതെ നമ്മള് ട്രിപ്പ് അല്ലേ എല്ലാ മാസവും വരും. ബാംഗ്ലൂർ പോകുന്നവരൊക്കെ ഇത് പറഞ്ഞിട്ടാ പോകുന്നേ. അപ്പൊ നമുക്ക് അറിയാം തിരിച്ചെപ്പോ വരും. ഞങ്ങളെയൊക്കെ കളഞ്ഞിട്ട് പോവാതെ മനസ്സിലായി. സ്റ്റേ എങ്ങനെയുണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? ഹാപ്പി? നല്ലതായിരുന്നില്ലേ? രാത്രി നല്ല നടപ്പായിരുന്നു. സൂപ്പർ. എന്റെ റേറ്റ് എത്രയാ? 3000 രൂപ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഒരു റൂം 2 പേർക്ക്. അടിപൊളിയായിരുന്നു. ഇല്ല, വലിയ റേറ്റ് ഒന്നും കാണില്ല. ഓക്കെ, സോ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ലിബിന്റെ കല്യാണം കൂടെ കൂടാനുണ്ട്. ഓക്കെ, ഇനി കരഞ്ഞാട്ടാ. ഓക്കെ, അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ. ഇനി കരഞ്ഞോ?